ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. എൻ്റെ അവയവങ്ങളൊക്കെ നേർപ്പകുതി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആകെയുള്ള 28 സ്ഥലവും അതിലൊരു വീടാണ്. അതിൻ്റെ അടുത്ത് കൂടെയാണ് ഇത് പോയിട്ട്. ഇത് വിട്ടിറങ്ങണ യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. ഭാര്യയും 2 കുട്ടികളുണ്ട് എനിക്ക്. ഒരു കുട്ടീനെ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തണം. ഒരു കുട്ടി പഠിക്കുകയാണ്. 700 രൂപ വികലാംഗ പെൻഷൻ അല്ലാതെ വേറൊരു പൈസ വരുമാനമില്ല. ഇതൊന്നും മരിച്ചാൽ ഇതൊന്നും ഇറങ്ങണ യാതൊരു പരിപാടിയില്ല. അതാ പറയുള്ളത്. ഇവരെന്ത് തന്നു നമുക്ക്? ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഒരു നിലയ്ക്ക് മരിന്നാൽ അവർ അറുത്തിട്ടാണ്ട് പുറത്തേക്ക് വിടണം. എന്നാൽ ഇവിടുന്നാണ്ട് പോകുന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾ മരിച്ചാലും ശരി അവർ കൊണ്ടുപോകണം ഞങ്ങളെ ശവം. ഞങ്ങളെല്ലാം ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങില്ല. ഞങ്ങൾ ധീരമായിട്ട് നേരിടും. നഷ്ടപരിഹാരമേ വേണ്ട, ആ പരിപാടിയേ പറയണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ ഇരിക്കണോട്ട് ഇരുന്നോട്ടെ. പൈപ്പ് വേറെ ഏത് കൂടെ കൊണ്ടേക്കൂടെ? സ്ഥലമില്ലേ? കേരളത്തിൽ വേറെ സ്ഥലമില്ലേ? എന്താ ഇവർക്ക് ഇത്ര നിർബന്ധം? അതേക്കൂടെ തന്നെ കൊണ്ടുപോയിക്കൊള്ളുന്നത്. ഇവർ വെറുതെ പറയില്ല 5 വീടേ പോകുള്ളൂ, 5 വീടേ പോകുള്ളൂ. ഈ മൂലയിലുണ്ട് 9 വീട്. ആ ചെറുപ്പറമ്പിൽ എത്ര വീടുണ്ട്? ഒരു ഒഴികഴിവുമില്ല. ഈ പരിപാടി ഇതേ കൂടെ പറ്റില്ല, അത്രേ പറയുള്ളൂ. എന്താ വേറെ സ്ഥലത്ത് കൂടെ കൊണ്ടുപോയാൽ ഞങ്ങൾ എല്ലാവരും കൂടി നേരിടുക തന്നെ. വൈക്കും പോലെ. ഞാൻ ഒന്നിനും വയ്യ, എന്നാലും വൈക്കും പോലെ നേരിടും. വേറെ എന്താ ചെയ്യുക? വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇതിന് ആരൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുമോ അതിനൊക്കെ കൂട്ടുപിടിക്കുകയും ചെയ്യും. ആരൊക്കെ ഞങ്ങളെ സഹായിക്കാൻ വരുന്നോ അവരൊക്കെ. അതിൽ ജാതിയും മതവും വേറുള്ളത് ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. ഞങ്ങൾ ആരൊക്കെ സഹായിക്കാൻ വരുന്നോ അവരൊക്കെ ഒപ്പം കൂടും ഞങ്ങൾ. കലക്ടർ എന്താ പറയുന്നത്? മൂപ്പർക്ക് വേഗം ഗ്യാസ് കിട്ടും, തുച്ഛമായ വിലയ്ക്ക് ഗ്യാസ് കിട്ടും. വായ പൊളിച്ചാൽ നുണ മാത്രമേ അയാൾ പറയുന്നുള്ളൂ. ആദ്യത്തെ മീറ്റിങ്ങിന് അയാൾ പറഞ്ഞു ആരെയും അങ്ങനെ അധികാരം കയ്യിലെടുക്കാൻ പറ്റില്ല എന്ന്. പിറ്റേ ദിവസം നെച്ചു ഉടച്ചിട്ട് കുട്ടികളെ എന്തേ അവരെ ചെയ്ത്? അവർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു വീടല്ലേ പോകണുള്ളൂ എന്ന്. 5 വീട് എത്ര പേര് കണക്കിലാകെ പോകണുള്ളൂ. ഒരു വീടിന് നമ്പർ ഇട്ട് കൊടുക്കുക. ഇവിടുന്ന് 5 സെൻറ്റ് ഉണ്ടെങ്കിൽ വിറ്റിട്ട് ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടുന്ന് ഒരു പെൺകുട്ടീനെ ആരെയും കല്യാണം കഴിച്ചുകൊണ്ട് പോവുക. ഇതെന്തുകൊണ്ട് വേറെ വഴിക്ക് കൊണ്ടുപോയിക്കൂടാ? സ്ഥലമില്ലേ? ഞങ്ങളെ നെഞ്ഞത് കൂടെ തന്നെ കൊണ്ടുപോകണം. ഇറങ്ങില്ല, ഒരിക്കലും വകച്ചു കൊടുക്കില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്, എല്ലാവരുടെ കാര്യവും. ഈ പരിപാടി ഇതേ കൂടെ പറ്റന്നല്ലേ ഒരു നിലയ്ക്കും. പറയാനുള്ളത് ഇപ്പം നമ്മൾ ഒഴിവായിട്ട് എവിടേക്ക് പോവുക? പെര ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വല്ല നാട്ടിലേക്കും പോകാണ്ട ഒന്നുമില്ല. നമ്മളെ നാട് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചാവുന്നേരം നമ്മളെ നാട് വേണം. നമുക്ക് ഇവിടുന്ന് ഒന്നും പോകാൻ താല്പര്യമില്ല. എവിടെ പോയിട്ട് നമ്മൾ മേടിക്കുക? നമ്മൾ പറഞ്ഞു തരും. ഒരു നാട്ടിലും പോയി ഞങ്ങൾക്ക് മേടിക്കാനില്ല. ഇപ്പോൾ മേടിച്ച വീട് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ് വീട് നന്നാക്കി. അങ്ങനെ കഴിഞ്ഞിട്ടുമില്ല നന്നാക്കിയിട്ട്. ബാധ വെച്ചില്ല, പൊളി വെച്ചില്ല, ഒന്നുമില്ല. അതിൽ കിടക്കുന്നുണ്ട്. പറയാൻ നടക്കുന്നത് തന്നെ ഇവിടുന്ന് ഒഴിവായിട്ട് ഒന്നും പോകാൻ ഞങ്ങൾക്ക് തരയില്ല. എന്താ ഞങ്ങൾ കാട്ടണത്? ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ്. മരിക്കുന്നേരം ഇവിടെ കഴിയണമെന്നാണ്. ഈ ഇത് വന്നിട്ട് നമ്മൾ എവിടേക്കാണ് നമ്മൾ പോവുക? പഞ്ചായത്തിലേക്കും പോകാൻ വെച്ചക്ക് ഒന്നും പോകാൻ വെച്ച. ഈ കാലിനും മേനില്ല, കജ്ജിനും മേനില്ല. ഈ കജ്ജി കണ്ടുപോയിട്ട് തിന്നുകയെന്നല്ലാതെ എനിക്ക് അത് തന്നെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒന്ന് ഉടുത്ത് കുത്തി എടുക്കാൻ നിവർത്തിയില്ല.